US പ്രസിഡന്റായതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന വിസ പ്രോഗ്രാമാണ് ഗോൾഡ് കാർഡ് വിസ. $5 മില്യൺ നേരിട്ട് നൽകിയാലാണ് ഒരാൾക്ക് ഗോൾഡ് കാർഡ് ലഭിക്കുന്നത്. നിലവിലുള്ള EB-5 പ്രോഗ്രാമിന് പകരമാണ് ട്രംപ് ഗോൾഡ് കാർഡ് കൊണ്ടുവന്നത്. ട്രംപ് ഭരണകൂടവും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിസ പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഇത്രയും ഉയർന്ന വിലയ്ക്ക് പൗരത്വം വിൽക്കുന്നത് ന്യായമാണോ എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഈ പരിപാടി വളരെ വിജയകരമാണെന്നാണ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക് പറയുന്നത്. പ്രതിദിനം 1000 ഗോൾഡ് കാർഡുകൾ വിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള ഏകദേശം 37 ദശലക്ഷം ആളുകൾക്ക് കാർഡ് വാങ്ങാൻ കഴിയുമെന്നും ലുഡ്നിക് പറഞ്ഞു. US-ന് ദശലക്ഷത്തോളം ഗോൾഡ് കാർഡുകൾ വിൽക്കാൻ കഴിയുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും ഓൾ ഇൻ പോഡ്കാസ്റ്റിലൂടെ ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹം പറഞ്ഞു. നിക്ഷേപകനായ ജോൺ പോൾസണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഡൊണാൾഡ് ട്രംപിന് ഗോൾഡ് കാർഡ് വിസയെക്കുറിച്ചുള്ള ആശയം ലഭിച്ചതെന്നാണ് ഹോവാർഡ് ലുഡ്നിക് പറഞ്ഞത്. അതിനുശേഷം പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതിനായി ട്രംപ് ലുഡ്നിക്കിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഗോൾഡ് കാർഡ് സിസ്റ്റത്തിനായുള്ള സോഫ്റ്റ്വെയർ എലോൺ മസ്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ലുഡ്നിക് പറഞ്ഞു. ആരുടെയെങ്കിലും മാതൃരാജ്യത്ത് ഒരു യുദ്ധമോ പ്രതിസന്ധിയോ ഉണ്ടായാൽ അവർക്ക് US-ലേക്ക് മാറാനും ഒരു പുതിയ ജീവിതം ആരംഭിക്കാനും അവിടെ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാനും കഴിയുമെന്നതിനാൽ ഗോൾഡ് കാർഡ് ഉപയോഗപ്രദമാണെന്നാണ് ലുഡ്നിക് വിശ്വസിക്കുന്നത്. താൻ ഇതിനകം ഒരു അമേരിക്കൻ പൗരനല്ലായിരുന്നുവെങ്കിൽ 6 ഗോൾഡ് കാർഡുകൾ വാങ്ങുമായിരുന്നു. ഒന്ന് തനിക്കും, ഒന്ന് ഭാര്യയ്ക്കും, മറ്റുള്ളവ കുടുംബാംഗങ്ങൾക്കും എന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത ഗ്രീൻ കാർഡിന് പകരമായി ഗോൾഡ് കാർഡ് ഉപയോഗിക്കുമെന്നും അത് US-ൽ സ്ഥിരതാമസത്തിന് അനുമതി നൽകുമെന്നും ഹോവാർഡ് ലുഡ്നിക് വിശദീകരിച്ചു. ഇതിനർത്ഥം ഗോൾഡ് കാർഡ് ഉടമകൾക്ക് US-ൽ എന്നേക്കും താമസിക്കാൻ കഴിയുമെന്നാണ്. അവർക്ക് വേണമെങ്കിൽ US പൗരത്വത്തിന് അപേക്ഷിക്കാം. എന്നാൽ US പൗരന്മാർ ലോകമെമ്പാടുമുള്ള അവരുടെ വരുമാനത്തിന് നികുതി അടയ്ക്കേണ്ടതിനാൽ മിക്ക ആളുകളും അപേക്ഷിക്കില്ലെന്നും ലുഡ്നിക് പറയുന്നു. നിലവിലുള്ള EB-5 പ്രോഗ്രാമും നിർദ്ദിഷ്ട ഗോൾഡ് കാർഡ് വിസയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധേയമാണ്. EB-5 പദ്ധതി പ്രകാരം വിദേശ നിക്ഷേപകർ US ബിസിനസ്സുകളിൽ 8 ലക്ഷം മുതൽ 1.05 ദശലക്ഷം $US വരെ നിക്ഷേപിക്കണം. അതോടൊപ്പം കുറഞ്ഞത് 10 തൊഴിലവസരങ്ങളും സൃഷ്ടിക്കണം. കൂടാതെ ഗ്രീൻ കാർഡിനായ അപേക്ഷകർ 6 മുതൽ 7 വർഷം വരെ നീണ്ട കാത്തിരിപ്പും നേരിടുന്നുണ്ട്. 1990-ൽ ആരംഭിച്ചതിന് ശേഷം വഞ്ചനയും ദുരുപയോഗവും സംബന്ധിച്ച ആരോപണങ്ങൾ ഈ പരിപാടിയെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. താരതമ്യപ്പെടുത്തുമ്പോൾ ഗോൾഡ് കാർഡ് വിസ സാമ്പത്തിക പരിധി $5 മില്യൺ ഗണ്യമായി ഉയർത്തുന്നു. ഇത് EB-5 ആവശ്യകതയുടെ 5 ഇരട്ടിയാണ്. ഇത് US റെസിഡൻസിയിലേക്ക് വളരെ വേഗമേറിയതും കൂടുതൽ കാര്യക്ഷമമായ പാത വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പുതിയ പദ്ധതി തൊഴിലവസര സൃഷ്ടി മാൻഡേറ്റ് ഇല്ലാതാക്കുന്നുണ്ട്. ഇത് ഒരു തടസ്സരഹിത ഓപ്ഷനായി മാറ്റുന്നു. എന്നിരുന്നാലും അതിന്റെ ഉയർന്ന വില ഇടത്തരം നിക്ഷേപകർക്ക് അപ്രാപ്യവുമാണ്. US ഗോൾഡ് കാർഡ് ഗ്രീൻ കാർഡിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഒരു ഗ്രീൻ കാർഡ് സാധാരണയായി തൊഴിൽ നിക്ഷേപം, അതായത് EB-5 പ്രോഗ്രാം വഴി അല്ലെങ്കിൽ കുടുംബ സ്പോൺസർഷിപ്പ് വഴി സ്ഥിരതാമസത്തിന് അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ ഗ്രീൻ കാർഡ് നേടുന്നതിന് സമയമെടുക്കും. സങ്കീർണമായ പ്രക്രിയയാണിത്. ഒരു തൊഴിലിനും സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ $5 മില്യൺ സ്ഥിരതാമസം ഉറപ്പാക്കാൻ ആളുകളെ അനുവദിക്കുന്ന പ്രോഗ്രാമാണ് ഗോൾഡ് കാർഡ് വിസ പ്രോഗ്രാം. ഇതിന്റെ പ്രക്രിയകൾ സങ്കീർണമല്ല. കാശ് കൊടുത്ത് വളരെ ലളിതമായ പ്രക്രിയയിലൂടെ ഗോൾഡ് കാർഡ് നേടിയെടുക്കാൻ സാധിക്കും.